വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലെ. അപ്പൊ എനിവേ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്നത് സൗണ്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതിനൊരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വേഗം പോയി ഒന്ന് വീഡിയോ കാണുക കേട്ടോ. ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സൗണ്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സെക്ഷനിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് ടു ലാസ്റ്റ് കട്ടയ്ക്ക് മിസ്സിന്റെ കൂടെ വന്നോളൂ. എനിവേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻസ് ലൗഡ്നെസ് ആൻഡ് പിച്ച്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വേവ് ആണ്. സൗണ്ട് എന്ന് പറയുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വേവ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ടൈം പീരീഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് വേവ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ലൗഡ്നെസ്സും പിച്ചും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കാം, ആംപ്ലിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലൗഡ്നെസ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഫ്രീക്വൻസിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ലൗഡ്നെസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുക എന്നാണ്. ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ ലൗഡ്നെസ് കൂടുന്നു, ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ ലൗഡ്നെസ് കുറയുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ പിച്ചിന്റെ കേസും. പിച്ചിന്റെ കേസ് എങ്ങനെയാണ്? ഫ്രീക്വൻസി കൂടുമ്പോൾ പിച്ച് കൂടുന്നു, ഫ്രീക്വൻസി കുറയുമ്പോൾ പിച്ച് കുറയുന്നു. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആംപ്ലിറ്റ്യൂഡിന്റെ ബേസിൽ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിലെ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ സൗണ്ട് സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ ലൗഡ് ആണോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഹൈ പിച്ച് ആണോ ലോ പിച്ച് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ സപ്പോസ് നല്ല ഫോഴ്സിലാണ് നമ്മളൊരു ടേബിളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ, ആ ഫോഴ്സ് നല്ലോണം കൊടുക്കുവാണെങ്കിൽ സ്വാഭാവികമായും ആ ഒരു സൗണ്ടിന് നല്ല ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് നല്ല ലൗഡ് ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കണക്ഷൻ എന്റെ മക്കള് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ ഈ കാറിന്റെ ഹോണിനൊക്കെ നല്ല ഹൈ പിച്ചാണ്. ഈ പിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ സൗണ്ടിന്റെ ആ ഒരു ഷ്രിൽനെസ്, അതായത് ആ ഒരു കൂർമത ആലോചിച്ചാൽ മതി. നല്ല കൂർമതയുള്ള സൗണ്ട് ഒക്കെ നമ്മൾ ഹൈ പിച്ച് എന്നാ പറയുന്നത്. അതായത് അതിന് നല്ല ഫ്രീക്വൻസി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു റിലേഷൻ, അതായത് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലൗഡ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഫ്രീക്വൻസി എന്ന് പറയുന്നത് പിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒരു കണക്ഷൻ എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതും കൂടി അതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ലൗഡ്നെസ് is determined by amplitude. If larger is amplitude, louder will be the sound produced. Similarly, pitch is determined by its frequency. Higher the frequency, higher will be the pitch. Clear? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഫ്ലാഷ് ആൻഡ് തണ്ടർ ആർ പ്രൊഡ്യൂസ് സൈമൾട്ടേനിയസ്ലി ബട്ട് തണ്ടർ ഈസ് ഹേർഡ് എ ഫ്യൂ സെക്കൻഡ് ആഫ്റ്റർ ദ ഫ്ലാഷ് ഈസ് സീൻ, ബട്ട് വൈ? അതായത് ഇടിയും മിന്നലും ഉണ്ടാവുന്നത് നമ്മളിൽ നിന്നും സെയിം ഡിസ്റ്റൻസിലും സെയിം ടൈമിലുമാണ്. പക്ഷെ നമുക്ക് ഏറ്റവും ആദ്യം കേൾക്കാൻ പറ്റുന്നത് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, മിന്നലാണ്. മിന്നൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇടിയുടെ ആ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ഫ്ലാഷ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇടിയുണ്ട്. ഓക്കെ, ഫ്ലാഷ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ആണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇടി, തണ്ടർ എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് ആണ്. ഈ ലൈറ്റിന് നമ്മുടെ എയറിൽ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ m/s ആണ്. സെയിം ടൈം നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്നത് 344 m/s ആണ്. അപ്പൊ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റിൽ സഞ്ചരിക്കുന്നത് ആരാണ്? നമ്മുടെ ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഫ്ലാഷ് ഏറ്റവും ആദ്യം വരുന്നതും തൊട്ടു പുറകെ നമുക്ക് ഈ പറയുന്ന ഇടിയുടെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റ് ആയിക്കൊള്ളട്ടെ, സൗണ്ട് ആയിക്കൊള്ളട്ടെ, അതിന്റെ ആ ഒരു സ്പീഡിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് നമുക്ക് ആദ്യം മിന്നലും പിന്നീട് ഇടിയുമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ക്ലിയർ? അപ്പൊ സ്പീഡ് ഓഫ് ദി സൗണ്ട് എന്ന് പറയുന്നത് 344 m/s. ഇറ്റ് ഈസ് ലെസ് ദാൻ ദി സ്പീഡ് ഓഫ് ദി ലൈറ്റ്, ദാറ്റ് ഈസ് 3 × 10⁸. ഇങ്ങനെ എഴുതണം കേട്ടോ, 10⁸ m/s. And sound of thunder take more time to reach the earth as compared to light. Hence a flash is seen before we hear a thunder. Okay, clear? ഇനി നമ്മൾ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Why is sound wave called longitudinal wave?
ഓക്കെ, എന്തുകൊണ്ടാണ് സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വേവ് എന്ന് പറയുന്നത് എന്താണ്? 2 തരത്തിലുണ്ട്. ഒന്ന് ഏതായിരുന്നു? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും രണ്ടാമത്തേതായിരുന്നു നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ കേട്ടോ, പാർട്ടിക്കിളിന്റെ മൂവ്മെന്റും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പാരലൽ ആയിരുന്നു. സെയിം ടൈം ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും എന്താണ്? പെർപെൻഡിക്കുലർ ആയിരുന്നു. ഈ ഒരു വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. അപ്പം വേവ് എന്ന് പറയുമ്പോൾ വേവ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ദർ ഇസ് നോ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾസിന് അവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല. അവിടെ എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? എനർജി മാത്രമാണ് മൂവ് ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് അവിടെ മൂവ് ചെയ്യുന്നില്ല. അത് തന്നെ 2 രീതിയിൽ നടക്കും. ഈ പറയുന്ന പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും വേവിന്റെ മൂവ്മെന്റും ഒരേപോലെയാണെങ്കിൽ അല്ലെങ്കിൽ പാരലൽ ആണെങ്കിൽ നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വിളിക്കുന്നു. ഇനി അത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നു. അപ്പൊ സൗണ്ടിനെ പറ്റി നമ്മൾ ഇങ്ങനെ പഠിച്ച കേസിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, അവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റും ആ വേവിന്റെ പ്രൊപ്പഗേഷനും സെയിം ആയിട്ടാണ് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സൗണ്ട് വേവ് ഈസ് കോൾഡ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ബിക്കോസ് ഓഫ് ദി കംപ്രഷൻ ആൻഡ് റെഫാക്ഷൻ ഇൻ ദി എയർ. Air particle vibrate in a direction that is parallel to the propagation of direction. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ, അതായത് നമ്മുടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പാരലൽ ആണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ആ ഒരു പാരലൽ മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ പാരലൽ ആയിട്ടാണ് നമുക്ക് സൗണ്ട് വേവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സൗണ്ടിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് 3ഉം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസിലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി പോർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഫുൾ സെറ്റ് ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.